നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഓഗസ്റ്റ് 15 നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയത്. കൂടാതെ ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ശുഭകരമായ ദിവസം കൂടിയാണ് ഓഗസ്റ്റ് 15. കാരണം ധീരരായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിരവധി പ്രയാസങ്ങൾക്കും ത്യാഗങ്ങൾക്കും ശേഷം ഇന്ത്യ സ്വതന്ത്രമായി. ആ ദിവസം മുതൽ ഓഗസ്റ്റ് 15 ഇന്ത്യൻ ചരിത്രത്തിലും ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിലും വളരെ പ്രധാനപ്പെട്ട ദിവസമായി മാറി. സ്വാതന്ത്ര്യാനന്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്രമല്ല, ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ അദ്ദേഹം ആദ്യമായി നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടുന്നതിന് നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത ജീവിതങ്ങളെ നാം ഈ അവസരത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവാന്മാരാക്കുക എന്നതാണ്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ വ്യക്തികൾ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ നമ്മുടെ ഇന്ത്യ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ചരിത്രകോട്ടയായ ചെങ്കോട്ടയിൽ നടക്കാറുള്ള ദേശീയ പതാക ഉയർത്തലും പരേഡും ദേശീയഗാനങ്ങൾ ആലപിക്കലുമെല്ലാം. എന്നാൽ കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സാധാരണയായി നടക്കാറുള്ള പല ആഘോഷങ്ങളും ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കേണ്ട ഈ പ്രസംഗം ഇത്തരത്തിൽ അവതരിപ്പിക്കേണ്ടി വന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ പൂർവികർ വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കാലഘട്ടം നമുക്ക് സമ്മാനിച്ചു. നമുക്ക് ഒരു ഭയവും കൂടാതെ വിദ്യാലയങ്ങളിലേക്ക് പോകാനും നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാനും സഹായകമായ ഒരു ഇടം അവർ നമുക്ക് നേടിത്തന്നു. സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ തലങ്ങളിൽ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ. നമ്മൾ കുട്ടികളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാളത്തെ കരുത്ത്. അതിനാൽ രാജ്യത്തെ സ്നേഹിക്കുകയും നമ്മുടെ രാജ്യത്തെ മികച്ചതാക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.